എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായി നമ്മൾ വിവിധ തരം മെറ്റൽസ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ വെൽഡബിലിറ്റി, വെൽഡിങ് ടെക്നിക്ക് അതൊക്കെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കാസ്റ്റ് അയൺ ടൈപ്സ്, പ്രോപ്പർട്ടീസ് ആൻഡ് വെൽഡബിലിറ്റി. കാസ്റ്റ് അയൺ എന്ന മെറ്റലിനെ പറ്റിയാണ് ഇന്ന് പഠിക്കുന്നത്. അതിൽ കാസ്റ്റ് അയണിൻ്റെ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റുന്ന കാസ്റ്റ് അയണിൻ്റെ പ്രോപ്പർട്ടീസ്, കാസ്റ്റ് അയൺ വിവിധ തരത്തിലുണ്ട്, അതിനെപ്പറ്റി നോക്കാം. പിന്നെ വെൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എഡ്ജ് പ്രിപ്പറേഷൻ, അതിൻ്റെ വെൽഡിങ് ടെക്നിക്ക്, അതിനുപയോഗിക്കുന്ന ഫില്ലർ റോഡ് എന്നീ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ലെസണിൽ നോക്കാം. അപ്പോൾ കാസ്റ്റ് അയൺ എന്താണ്? കാസ്റ്റ് അയൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാസ്റ്റ് അയൺ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ദ മെഷീൻ പാർട്സ് സിൻസ് ഇറ്റ് ഹാസ് ഗുഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് ഈസി ടു മേക്ക് കാസ്റ്റിങ്സ്. കാസ്റ്റ് അയൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മെഷീൻ പാർട്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? നോക്കിക്കഴിഞ്ഞാൽ അധികം മെഷീൻ പാർട്സുകളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കാസ്റ്റ് അയണിനെ കൊണ്ടായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതിന് കാരണം അതിൻ്റെ ഗുഡ് കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ്. അതിന് ഗുഡ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നല്ല കംപ്രസീവ് സ്ട്രെങ്ത്, അതായത് നമ്മളൊരു ഹാമർ എടുത്ത് അടിച്ചു കഴിഞ്ഞാലോ അതിന് പാടുകളൊന്നും വീഴൂല. അതുപോലെയുള്ള നല്ലൊരു കംപ്രസീവ് സ്ട്രെങ്ത് അതിനുണ്ട്. മാത്രമല്ല ഇത് പല രൂപത്തിലും ആക്കാൻ വേണ്ടി കാസ്റ്റിങ്സ് ആക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് കാസ്റ്റ് അയൺ മിക്കവാറും എല്ലാ മെഷീൻ പാർട്സിനും ഉപയോഗിക്കുന്നത്. The different problems in the welding of cast iron in comparison to mild steel, even through of ferrous metals. ഈ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് ഫെറസ് മെറ്റലിൽ ഉൾപ്പെട്ടതാണെങ്കിൽ കൂടി മൈൽഡ് സ്റ്റീലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കഴിവ്, അതിന് വിവിധതരം പ്രോബ്ലങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ വെൽഡ് ചെയ്യാൻ പറ്റില്ല. ഇത് മൈൽഡ് സ്റ്റീലും ഫെറസ് മെറ്റലിൽ പെട്ടതാണ്. അതേപോലെ കാസ്റ്റ് അയണും ഫെറസ് മെറ്റലിൽ പെട്ടതാണ്. മൈൽഡ് സ്റ്റീൽ നമുക്കറിയാം, നമ്മൾ സ്ഥിരം വെൽഡ് ചെയ്യുന്നതാണ് അല്ലേ? നന്നായിട്ട് നമുക്ക് എളുപ്പത്തിൽ വെൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതേ ഫെറസ് മെറ്റലിൽ പെട്ട കാസ്റ്റ് അയൺ എന്ന് പറയുന്നത് വെൽഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് വിവിധതരം കാസ്റ്റ് അയണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ 4 ബേസിക് ടൈപ്പ് ഓഫ് കാസ്റ്റ് അയൺ അവൈലബിൾ. അത് പ്രധാനമായിട്ടും 4 തരം കാസ്റ്റ് അയണുകൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തതാണ് വൈറ്റ് കാസ്റ്റ് അയൺ, രണ്ടാമത്തത് ഗ്രേ കാസ്റ്റ് അയൺ, മൂന്നാമത്തത് മാലിയബിൾ കാസ്റ്റ് അയൺ, നാലാമത്തത് നോഡുലാർ കാസ്റ്റ് അയൺ ഓർ സ്ഫിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ. അങ്ങനെ 4 തരത്തിലുള്ള കാസ്റ്റ് അയൺ ഉണ്ട്. ഒന്നും കൂടി പറയാം: വൈറ്റ് കാസ്റ്റ് അയൺ, ഗ്രേ കാസ്റ്റ് അയൺ, മാലിയബിൾ കാസ്റ്റ് അയൺ, നോഡുലാർ കാസ്റ്റ് അയൺ ഓർ സ്ഫിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ. അപ്പോൾ ഇതോരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. വൈറ്റ് കാസ്റ്റ് അയൺ. വൈറ്റ് കാസ്റ്റ് അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം പിഗ് അയൺ ബൈ കോസിംഗ് ദ കാസ്റ്റിംഗ് ടു കൂൾ very rapidly, and this does not allow the carbon to separate from the iron carbide compound. അതായത് പിഗ് അയണിൽ നിന്നാണ് ഈ വൈറ്റ് കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. പിഗ് അയൺ എന്ന് വെച്ചാൽ അയൺ അയിര്, ഇരുമ്പിൻ്റെ അയിര് അത് ഫർണസിലിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ പിഗ് അയൺ. അപ്പോൾ ഈ പിഗ് അയൺ വളരെ പെട്ടെന്ന് തണുക്കുന്നത് കാരണം അതിൻ്റെ അകത്തുള്ള കാർബൺ അത് സെപ്പറേറ്റ് ചെയ്ത് അതിനകത്ത് വരില്ല. അതായത് അയൺ കാർബൈഡായിട്ട് തന്നെ ഈ പിഗ് അയണിൽ കാർബൺ കിടക്കും.
അങ്ങനെ വരുമ്പോൾ അതിന് ഭയങ്കര ഹാർഡ്നെസ്സും ബ്രിട്ടിൽനെസ്സൊക്കെ ഉണ്ടാവും. ഇപ്പോൾ വൈറ്റ് കാസ്റ്റ് അയണിൽ കാർബൺ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല, അത് അയൺ കാർബൈഡായിട്ടാണ്, അത് വളരെ പെട്ടെന്ന് തണുക്കുന്ന കാരണം അങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് കോൺസിക്വൻ്റ്ലി ദ കാർബൺ ഫൗണ്ട് ഇൻ ദ വൈറ്റ് കാസ്റ്റ് അയൺ എക്സിസ്റ്റ് ഇൻ ദ കമ്പൈൻഡ് ഫോം. കാർബൺ അതിൻ്റെ അകത്ത് കമ്പൈൻഡ് ഫോം അയൺ കാർബൈഡായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കാസ്റ്റ് അയണിൻ്റെ പ്രത്യേകത, ദിസ് ടൈപ്പ് കാസ്റ്റ് അയൺ ഈസ് വെരി ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആൻഡ് ഈസ് നോട്ട് വെൽഡബിൾ ആൻഡ് നോട്ട് ഈസിലി മെഷീനബിൾ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് കാർബൺ ഇതിൻ്റെ അകത്ത് ഉയർന്ന അളവിൽ കാർബൺ കണ്ടൻറ് ഉണ്ട്. അത് കാർബൺ അയൺ കാർബൈഡ് ഫോമിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ കാസ്റ്റ് അയൺ വെരി ഹാർഡായിരിക്കും, അത് വളരെ ഹാർഡ്നെസ് കൂടിയതായിരിക്കും. മാത്രമല്ല ബ്രിട്ടിൽനെസ്സും ഉണ്ടാവും. ഹാർഡ്നെസ്സും ബ്രിട്ടിൽനെസ്സും കുറേ ക്ലാസ്സിലായി നിങ്ങൾ കേൾക്കുന്നത്. ബ്രിട്ടിൽനെസ് എളുപ്പം പൊട്ടിപ്പോകുന്ന തരത്തിലായിരിക്കും, പക്ഷേ ഹാർഡായിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഹാർഡെന്ന് വെച്ചാൽ എളുപ്പത്തിൽ പോറലേൽപ്പിക്കാനൊന്നും കഴിയില്ല, പക്ഷേ ഒന്ന് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോകാനും സാധ്യതയുണ്ട്. അതാണ് ബ്രിട്ടിൽനെസ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് നോട്ട് വെൽഡബിൾ, ഇത് വെൽഡ് ചെയ്യാൻ കഴിയില്ല, ഇതിന് വെൽഡബിലിറ്റി ഇല്ല. ആൻഡ് നോട്ട് ഈസി മെഷീനബിൾ, മെഷീൻ ചെയ്യാനും കഴിയില്ല. അതൊക്കെയാണ് ഈ വൈറ്റ് കാസ്റ്റ് അയണിൻ്റെ പ്രോപ്പർട്ടി. നമുക്ക് അടുത്ത കാസ്റ്റ് അയൺ നോക്കാം. അടുത്തതാണ് ഗ്രേ കാസ്റ്റ് അയൺ. ഗ്രേ കാസ്റ്റ് അയൺ ഈസ് സോഫ്റ്റ് ആൻഡ് ടഫർ ദാൻ വൈറ്റ് കാസ്റ്റ് അയൺ വിച്ച് ഈസ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഹാർഡ്നെസ്സും ബ്രിട്ടിൽനെസ്സും ഉള്ള വൈറ്റ് കാസ്റ്റ് അയണിനേക്കാളും സോഫ്റ്റും ടഫറുമാണ് ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. സോഫ്റ്റ് എന്ന് വെച്ചാൽ സോഫ്റ്റ്നെസ്, ഹാർഡ്നെസ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സോഫ്റ്റ്നെസ്. അതേപോലെ ടഫർ എന്ന് വെച്ചാൽ ഒരു പെട്ടെന്നൊരു സഡൻ സ്ട്രോക്ക് എന്തെങ്കിലും അടിയ ഷോക്ക് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാതെ അതിനെ പിടിച്ചേക്കാനുള്ള കഴിവാണ് ടഫ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേ കാസ്റ്റ് അയണിന് അത് കുറച്ച് സോഫ്റ്റുമാണ്, അതേപോലെ ടഫ്നെസ്സും ഉണ്ട്. The good mechanical properties of grey cast iron are due to the presence of particles of free state carbon or graphite which separate out during the slow cooling. അപ്പോൾ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ അത് ഫ്രീ സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. ഫ്രീ സ്റ്റേറ്റിൽ കാർബണായിട്ടോ ഗ്രാഫൈറ്റായിട്ടോ അതിൽ കിടക്കും. അത് പതുക്കെ തണുക്കുന്നതുകൊണ്ട് അങ്ങനെ കാർബൺ ഫ്രീ സ്റ്റേറ്റിൽ കിടക്കുന്നതുകൊണ്ടും ഇതിനുള്ള ഈ ടൈപ്പ് ഗ്രേ കാസ്റ്റ് അയൺ ഈസ് ഓഫ് എ വെൽഡബിൾ ടൈപ്പ്. അത് വെൽഡബിൾ ടൈപ്പാണ്, വെൽഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇറ്റ് കണ്ടെയ്ൻസ് 3 to 4% ഓഫ് കാർബൺ. ഇതിൽ 3 മുതൽ 4% വരെ കാർബൺ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ഫ്രീ സ്റ്റേറ്റിലാണ്. നമുക്കത് ഗ്രേ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാൻ പറ്റും. കുറച്ച് സോഫ്റ്റ്നെസ്സും ടഫ്നെസ്സൊക്കെ ഉള്ള മെറ്റലാണ് ഗ്രേ കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ വൈറ്റ് കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാൻ പറ്റില്ല. വെൽഡ് ചെയ്യാൻ പറ്റുന്ന കാസ്റ്റ് അയൺ ഏതാണെന്ന് ചോദിച്ചാൽ ഗ്രേ കാസ്റ്റ് അയൺ ആണ് ആൻസർ. നമുക്ക് മാലിയബിൾ കാസ്റ്റ് അയൺ നോക്കാം. മാലിയബിൾ കാസ്റ്റ് അയൺ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ അനീലിംഗ് വൈറ്റ് കാസ്റ്റ് അയൺ ഓവർ എ പ്രൊലോങ്ഡ് പീരിയഡ് ഓഫ് ടൈം ആൻഡ് ദെൻ അലോയിങ് ഇറ്റ് ടു കൂൾ സ്ലോലി. അതായത് മലിയബിൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത് വൈറ്റ് കാസ്റ്റ് അയണിനെ ഒരു ദീർഘസമയം എന്ത് ചെയ്യും, അതിനെ അനീലിംഗ് ചെയ്യും. അനീലിംഗ് ചെയ്തിട്ടാണ് ഇത് മാലിയബിൾ കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നത്. അനീലിംഗ് എന്ന് വെച്ചാൽ ഈ കാസ്റ്റ് അയണിനെ ഫർണസിലിട്ടോ മറ്റോ ഹീറ്റാക്കും. ഹീറ്റാക്കി കഴിഞ്ഞ് അതിനെ ആ ഫർണസിലെ ആ ഹീറ്റിൽ തന്നെ വളരെ പതുക്കെ തണുക്കാൻ അനുവദിക്കും. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് അനീലിംഗ്. ഫർണസിലോ ഏതെങ്കിലും അതിൽ വെച്ച് ഹീറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ച് പതുക്കെ തണുക്കാൻ അനുവദിക്കും. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് അനീലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാലിയബിൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത് വൈറ്റ് കാസ്റ്റ് അയണിനെ ദീർഘസമയം ഒരുപാട് സമയം എന്ത് ചെയ്യും, ഫർണസിലോ മറ്റോ ഇട്ട് അനീലിംഗ് ചെയ്യും. അനീലിംഗ് ചെയ്യാന്ന് വെച്ചാൽ കുറേ സമയം അവിടെ തന്നെ വെച്ച് അതിൽ നിന്ന് തന്നെ പതുക്കെ വളരെ സ്ലോ ആയിട്ട് തണുക്കാൻ അനുവദിക്കും. അങ്ങനെ കിട്ടുന്നതാണ് മാലിയബിൾ കാസ്റ്റ് അയൺ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്,
ഗുണം ദ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് റിസൾട്ട്സ് ഇൻ ഗ്രേറ്റർ റെസിസ്റ്റൻസ് ടു ഇമ്പാക്റ്റ് ആൻഡ് ഷോക്ക്. അപ്പോൾ അങ്ങനെ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താ, അതിന് നല്ല ഇമ്പാക്റ്റ് ആൻഡ് ഷോക്ക് റെസിസ്റ്റൻസ് പ്രോപ്പർട്ടി കിട്ടും. അതായത് ഷോക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാതെ, അതിന് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു സഡൻ ഫോഴ്സ് കൊണ്ടോ എന്തെങ്കിലും ഇടിയോ കൂട്ടിമുട്ടലോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും അത് പൊട്ടാതെ അത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ള പ്രോപ്പർട്ടി ആയിട്ട് മാറും. അതാണ് ആ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുള്ള ഗുണം. അങ്ങനെ വൈറ്റ് കാസ്റ്റ് അയൺ അങ്ങനെ ചെയ്തിട്ടാണ് മലിയബിൾ കാസ്റ്റ് അയൺ ഉണ്ടാക്കുന്നത്. അടുത്ത ടൈപ്പാണ് നോഡുലാർ കാസ്റ്റ് അയൺ. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് സ്ഫിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ. അതിൻ്റെ വേറെയൊരു പേരാണ് സ്ഫിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ, ചുരുക്കിയിട്ട് SG അയൺ എന്നും പറയും. നോഡുലാർ കാസ്റ്റ് അയണിൻ്റെ മറ്റൊരു പേര് സ്ഫിറോയിഡൽ ഗ്രാഫൈറ്റ് അയൺ ഓർ SG അയൺ. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് മാഗ്നീഷ്യം ടു ദ മോൾട്ടൺ ഗ്രേ കാസ്റ്റ് അയൺ. ഇത് എങ്ങനെ ലഭിക്കുന്നത്? മോൾട്ടൺ ഗ്രേ കാസ്റ്റ് അയണിൽ മാഗ്നീഷ്യം ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഈ നോഡുലാർ കാസ്റ്റ് അയൺ അല്ലെങ്കിൽ SG അയൺ ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? മോൾട്ടൺ ഗ്രേ കാസ്റ്റ് അയണിൻ്റെ രൂപത്തിൽ അതിന് മോൾട്ടൺ ആയിരിക്കുന്ന സമയത്ത് അതിലേക്ക് മാഗ്നീഷ്യം ആഡ് ചെയ്യും. മാഗ്നീഷ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോഡുലാർ കാസ്റ്റ് അയൺ ലഭിക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത് ആൻഡ് ഇലോങ്ങേഷൻ ഓഫ് നോഡുലാർ അയൺ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് സ്റ്റീൽസ് വിച്ച് മേക്സ് ദിസ് അയൺ എ ഡക്റ്റൈൽ മെറ്റീരിയൽ. അതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തും ഇലോങ്ങേഷനും അതൊക്കെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് സാധാ സ്റ്റീലിൻ്റെ അതേപോലെയുള്ളതായിട്ട് മാറും അതിൽ മാഗ്നീഷ്യം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് അത് ഡക്റ്റൈൽ മെറ്റീരിയലായിട്ട് മാറും. ഡക്റ്റിലിറ്റി പഠിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് മെറ്റലിനെ വലിച്ചു നീട്ടാനോ അടിച്ചു പരത്തി ഏത് ഷേപ്പിലാക്കാനോ ഒക്കെയുള്ള കഴിവിനെയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ നോഡുലാർ കാസ്റ്റ് അയണിനെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഡക്റ്റൈൽ മെറ്റീരിയലായിട്ട് മാറും. നമുക്ക് ഗ്രേ കാസ്റ്റ് അയൺ അടിച്ചു പരത്താനും വലിച്ചു നീട്ടാനൊന്നും കഴിയില്ല, അത് ഡക്റ്റൈൽ അല്ല. പക്ഷേ നോഡുലാർ കാസ്റ്റ് അയൺ ഡക്റ്റൈൽ മെറ്റീരിയലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഗ്രേ കാസ്റ്റ് അയണാണ് വെൽഡ് ചെയ്യാൻ പറ്റുന്ന കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രേ കാസ്റ്റ് അയൺ. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് മെഷീൻ കോമ്പണൻസ്. ഇത് കൂടുതലായിട്ടും മെഷീൻ കോമ്പണൻസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാസ് ഗുഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ദ ഫ്രീ സ്റ്റേറ്റ് ഓഫ് കാർബൺ ഓർ ഗ്രാഫൈറ്റ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബൺ ഫ്രീ സ്റ്റേറ്റിലായതുകൊണ്ട് ഇതിന് നല്ല മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് മെഷീൻ ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനും അങ്ങനെ ഫയൽ ചെയ്യാനൊക്കെ എളുപ്പത്തിൽ സാധിക്കും. നല്ല മെക്കാനിക്കൽ പ്രോപ്പർട്ടിയൊക്കെയുള്ള മെറ്റലാണ് ഗ്രേ കാസ്റ്റ് അയൺ. ദ അതർ കോൺസ്റ്റിറ്റ്വൻ്റ് ആർ സിലിക്കൺ, സൾഫർ, മാംഗനീസ് ആൻഡ് ഫോസ്ഫറസ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ഘടകങ്ങളാണ് എന്തൊക്കെ? സിലിക്കൺ, സൾഫർ, മാംഗനീസ്, ഫോസ്ഫറസ് എന്നിവ. ദ ഗ്രേ കാസ്റ്റ് അയൺ മച്ച് ഹയർ കംപ്രസീവ് സ്ട്രെങ്ത് ദാൻ സ്റ്റീൽ ബട്ട് ഹാസ് ലോ ഡക്റ്റിലിറ്റി ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്. ഗ്രേ കാസ്റ്റ് അയണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സാധാ സ്റ്റീലിനേക്കാളും, അതായത് മൈൽഡ് സ്റ്റീലിനേക്കാളും നല്ല കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടാവും, പക്ഷേ ലോ ഡക്റ്റിലിറ്റി ആൻഡ് ടെൻസൈൽ സ്ട്രെങ്ത്. നമുക്കതിനെ മറ്റു രൂപത്തിലേക്കൊന്നും വലിച്ചു നീട്ടാനും അടിച്ച് പരത്താനൊന്നും കഴിയില്ല. അതിന് ഡക്റ്റിലിറ്റിയും ടെൻസൈൽ സ്ട്രെങ്ത്തും കുറവായിരിക്കും. അത് പെട്ടെന്ന് പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. പക്ഷേ കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ പാട് വീഴ്ത്താനൊന്നും കഴിയില്ല. നല്ല കംപ്രസീവ് ആയിരിക്കും അത്. സിൻസ് ദ കാർബൺ ഈസ് ഇൻ ഫ്രീ ഗ്രാഫൈറ്റ് ഫ്രം ഇറ്റ് ഗിവ്സ് എ ഗ്രേ കളർ ടു ദ ഫ്രാക്ചേർഡ് സ്ട്രക്ചർ. ഈ ഗ്രേ കാസ്റ്റ് അയൺ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കളറ് എന്തായിരിക്കും? ഗ്രേ കളറായിരിക്കും. നമ്മൾ സാധാ സ്റ്റീലൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ തിളങ്ങുന്നൊരു കളറല്ലേ ഉണ്ടാവും. പക്ഷേ ഗ്രേ കാസ്റ്റ് അയൺ അതിൻ്റെ ഫ്രാക്ചേർഡ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ഗ്രേ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഗ്രേ കാസ്റ്റ് അയണിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി അതിൻ്റെ എഡ്ജ് പ്രിപ്പറേഷനെ പറ്റി നോക്കാം. നമുക്കത് പൊട്ടിക്കഴിഞ്ഞാൽ വെൽഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ
ചിപ്പിംഗ്, ഗ്രൈൻഡിങ്, മെഷീനിങ് ആൻഡ് ഫയലിംഗ് ആർ ദ മെത്തേഡ്സ് യൂസ്ഡ് അക്കോർഡിംഗ് ടു ദ കണ്ടീഷൻ ആൻഡ് ടൈപ്പ് ഓഫ് ദ ജോബ്. നമുക്ക് ഗ്രേ കാസ്റ്റ് അയൺ സാധാരണ ഫ്ലാറ്റ് ബാറായിട്ടൊന്നും വരുന്നില്ല. മിക്കവാറും മെഷീൻ പാർട്സൊക്കെ ആയിട്ടാണ് ഉണ്ടാവുക. ആ മെഷീൻ പാർട്സൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആണ് അത് വെൽഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ വെൽഡ് ചെയ്യണമെങ്കിൽ ആ ജോബിൻ്റെ ടൈപ്പ്, സൈസ് ഒക്കെ അനുസരിച്ചിട്ടാണ് അതിന് നമ്മൾ എഡ്ജ് പ്രിപ്പറേഷൻ കൊടുക്കുക. ചിലപ്പോൾ ചിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടോ മെഷീൻ ചെയ്തിട്ടോ ഫയൽ ചെയ്തിട്ടോ എഡ്ജ് പ്രിപ്പറേഷൻ ഉണ്ടാക്കിയിട്ടാണ് അത് വെൽഡ് ചെയ്യുക. അത് ശരിക്കും ഒരു ഫ്ലാറ്റ് ബാർ പോലെ നമുക്ക് നീളത്തിൽ വെൽഡ് ചെയ്യാൻ കിട്ടില്ല. മിക്കവാറും ഏതൊക്കെ മെഷീൻ പാർട്സൊക്കെ വെൽഡ് ചെയ്യാൻ ഉണ്ടാവുക. അതുകൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും. യൂഷ്വലി ഇറ്റ് ഈസ് റിക്വയർഡ് ടു വെൽഡ് എ ക്രാക്ക്ഡ് കാസ്റ്റിംഗ് ടു ബി വെൽഡഡ് ഓർ റിപ്പയർഡ് will be 6 mm and above a single V-butt joint is prepared. അത് ആരംഭത്തിന് മുകളിലുള്ള ക്രാക്ക്ഡ് പീസാണെങ്കിൽ, കാസ്റ്റ് അയണിൻ്റെ ക്രാക്ക്ഡ് പീസാണ്, വിള്ളൽ വീണ കഷ്ണമാണെങ്കിൽ എന്ത് ചെയ്യും, അത് നമുക്കൊരു സിംഗിൾ വി ജോയിൻറ്റ് പ്രിപ്പയർ ചെയ്യാം. അത് ചിപ്പ് ചെയ്തിട്ടോ ഫയൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തിട്ടോ ഒരു സിംഗിൾ വി ബട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് വെൽഡ് ചെയ്യും. അതാണ് അതിൻ്റെ എഡ്ജ് പ്രിപ്പറേഷനെ പറ്റി പറയാനുള്ളത്. ഇനി അതിൻ്റെ മെത്തേഡ് ഓഫ് ക്ലീനിങ്. ദർ ആർ 2 മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ക്ലീനിങ് കാസ്റ്റ് അയൺ: മെക്കാനിക്കൽ ക്ലീനിങ് ആൻഡ് കെമിക്കൽ ക്ലീനിങ്. 2 തരം ക്ലീനിങ് ആണ് നമ്മൾ കാസ്റ്റ് അയണിന് ഉപയോഗിക്കുന്നത്. ഒന്ന് മെക്കാനിക്കൽ ക്ലീനിങ്, രണ്ടാമത്തത് കെമിക്കൽ ക്ലീനിങ്. മെക്കാനിക്കൽ ക്ലീനിങ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ടു ക്ലീൻ ദ സർഫേസ് ഓഫ് ദ കാസ്റ്റ് അയൺ ജോബ്സ്. മെക്കാനിക്കൽ ക്ലീനിങ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൻ്റെ സർഫേസിൽ, കാസ്റ്റ് അയൺ ജോബിൻ്റെ സർഫേസൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഏതൊക്കെ ഉപയോഗിക്കും? ഗ്രൈൻഡിങ്, ഫയലിംഗ്, വയർ ബ്രഷിങ്, അങ്ങനെ ഏത് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് മെക്കാനിക്കൽ ക്ലീനിങ് ചെയ്യാം. ദ കെമിക്കൽ ക്ലീനിങ് ഈസ് അപ്ലൈഡ് ടു റിമൂവ് ഓയിൽ, ഗ്രീസ് ഓർ എനി അതർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് റിമൂവ്ഡ് ബൈ മെക്കാനിക്കലി ക്ലീനിങ്. അതായത് മെക്കാനിക്കലി ക്ലീൻ ചെയ്യാൻ പറ്റാത്ത മറ്റ് വസ്തുക്കൾ, ഓയിൽ, ഗ്രീസ് അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് വസ്തുക്കളൊക്കെ ആണെങ്കിൽ അതിനെ കെമിക്കൽ ക്ലീൻ ചെയ്യും. കെമിക്കൽ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്ലീൻ ചെയ്യുന്ന കെമിക്കൽ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മെത്തേഡ്സ് ഓഫ് ക്ലീനിങ്ങിൽ പറയാനുള്ളത്. ഇനി അടുത്തത് അതിന് വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലെയിം. നോസിൽ നമ്പർ 10 ഈസ് യൂസ്ഡ് ഇൻ ദ ബ്ലോ പൈപ്പ് ആൻഡ് സ്ട്രിക്റ്റ് ന്യൂട്രൽ ഫ്ലെയിം ഷുഡ് ബി അഡ്ജസ്റ്റഡ്. അപ്പോൾ ഇത് വെൽഡ് ചെയ്യാൻ വേണ്ടി നോസിൽ നമ്പർ 10 ആണ് ഉപയോഗിക്കുന്നത്. 10ാം നമ്പർ നോസിൽ ഉപയോഗിച്ചിട്ടാണ് കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുക. മാത്രമല്ല അതിൽ നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്ട്രിക്റ്റ് ന്യൂട്രൽ ഫ്ലെയിം ആയിരിക്കണം. വളരെ കറക്റ്റുള്ള ന്യൂട്രൽ ഫ്ലെയിം ആയിരിക്കണം അതിന് ഉപയോഗിക്കേണ്ടത്. കെയർ ഷുഡ് ബി ടേക്കൺ ദാറ്റ് ദർ ഈസ് നോട്ട് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് ട്രേസ് ഓഫ് ദ ഓക്സിജൻ വിച്ച് വുഡ് കോസ് എ വീക്ക് വെൽഡ് ത്രൂ ദ ഓക്സിഡേഷൻ. നമ്മൾ സ്ട്രിക്റ്റ് ന്യൂട്രൽ ഫ്ലെയിം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അഥവാ ചെറുതായിട്ട് മാറി ഓക്സിഡൈസിങ് ഫ്ലെയിം ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഓക്സിഡേഷന് കാരണമാകും. വെൽഡ് ബ്രിട്ടിലാവും, വീക്കായി പോകും. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, സ്ട്രിക്റ്റായിട്ട് ന്യൂട്രൽ ഫ്ലെയിം വേണം കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടത്. ഓക്സിഡൈസിങ് ഫ്ലെയിം ആവർ കറക്റ്റ് ന്യൂട്രൽ ഫ്ലെയിം വെച്ച് വേണം വെൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് അതിൻ്റെ ഫ്ലെയിമിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തത് ഫില്ലർ റോഡ്. എ 5 mm റൗണ്ട് ഓർ സ്ക്വയർ ഹൈ ഓർ സൂപ്പർ സിലിക്കൺ കാസ്റ്റ് അയൺ ഫില്ലർ റോഡ്സ് കണ്ടെയ്നിങ് 2.8 to 3.5% സിലിക്കൺ ആർ യൂസ്ഡ് ഫോർ കാസ്റ്റ് അയൺ വെൽഡിങ്. കാസ്റ്റ് അയൺ വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഫില്ലർ റോഡിനെ പറ്റിയാണ് പറയുന്നത്. അത് 5 mm റൗണ്ട് റോഡാവാം അല്ലെങ്കിൽ സ്ക്വയർ റോഡാവാം. അപ്പോൾ ഫില്ലർ റോഡ് ഹൈ സിലിക്കൺ അല്ലെങ്കിൽ സൂപ്പർ സിലിക്കൺ ഫില്ലർ റോഡ് എന്ന് പറയാം. അത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫില്ലർ റോഡ് ഏതാണ്? നിങ്ങൾക്ക് സൂപ്പർ സിലിക്കൺ എന്നുണ്ടാവും അല്ലെങ്കിൽ ഹൈ സിലിക്കൺ എന്നുണ്ടാവും. സൂപ്പർ സിലിക്കൺ ഫില്ലർ റോഡാണ് കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഹൈ സിലിക്കൺ ഫില്ലർ റോഡാണ് കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൽ 2.8 മുതൽ 3.5% സിലിക്കൺ അടങ്ങിയിട്ടുണ്ടാവും. അത് ഓർത്ത് വെക്കുക.
ഈ പേര്. ഹൈ സിലിക്കൺ അല്ലെങ്കിൽ സൂപ്പർ സിലിക്കൺ ഫില്ലർ റോഡ് കാസ്റ്റ് ചെയ്യാൻ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ദ വെൽഡ് മെറ്റൽ ബൈ ദിസ് റോഡ് ഈസ് ഈസിലി മെഷീനബിൾ. ഈ കാസ്റ്റ് ചെയ്യേണ്ട ഈ ഫില്ലർ റോഡ് കൊണ്ട് ഉപയോഗിച്ച ആ വെൽഡും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് മെഷീൻ ചെയ്യാൻ പറ്റും. ഗ്രേ കാസ്റ്റ് അയൺ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഫില്ലർ റോഡ് കൊണ്ട് വെൽഡ് ചെയ്ത് കഴിഞ്ഞാലും അതും ഈസി ആയിട്ട് മെഷീൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫ്ലക്സ്. കാസ്റ്റ് അയൺ ഫ്ലക്സ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബൊറാക്സ്, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം നൈട്രേറ്റ് ആൻഡ് സോഡിയം ബൈകാർബണേറ്റ്. കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ഫ്ലക്സ്, ആ ഫ്ലക്സിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ് പറയുന്നത്. ബൊറാക്സ്, സോഡിയം കാർബണേറ്റ്, പൊട്ടാസ്യം കാർബണേറ്റ്, സോഡിയം നൈട്രേറ്റ് ആൻഡ് സോഡിയം ബൈകാർബണേറ്റ്. ഈ ഘടകങ്ങൾക്ക് അടങ്ങിയ ഫ്ലക്സ് ആയിരിക്കും ഇതിന് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് ഇൻ എ പൗഡർ ഫോമുള്ള ഈ മുകളിൽ പറഞ്ഞ ഈ കണ്ടൻ്റൊക്കെ അടങ്ങിയിരിക്കുന്ന ഫ്ലക്സാണ് കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുമ്പോൾ ഫ്ലക്സായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ വെൽഡിംഗ് ടെക്നിക്ക്. The welding operation should be performed on the preheated dull red hot cast iron piece. അപ്പോൾ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുമ്പം അതെന്ത് ചെയ്യണം, പ്രീ ഹീറ്റ് ചെയ്യണം. ഒരു ഡൾ റെഡ് ഹോട്ട്, ചെറുതായിട്ട് റെഡ് ഹോട്ടാകുന്നത് വരെ കാസ്റ്റ് അയൺ പീസ് പ്രീ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദ പ്രീ ഹീറ്റഡ് ടെമ്പറേച്ചർ ഓഫ് CI വെൽഡിംഗ് വേരീസ് ഫ്രം 200 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇവിടെ CI എന്ന് എഴുതിയത് കാസ്റ്റ് അയൺ ആണ്. നിങ്ങൾ MS മൈൽഡ് സ്റ്റീൽ എന്ന് പറയുന്ന പോലെ ഇത് ഓർത്തിരിക്കുക. കാസ്റ്റ് അയൺ എന്ന് ചുരുക്കിയിട്ട് ചിലപ്പോൾ എക്സാമിന് CI എന്ന് മാത്രം വരാം. അപ്പോൾ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുമ്പം ചെയ്യേണ്ട പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ 200 മുതൽ 300 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ്. അത് എക്സാമിന് മുമ്പ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. കാസ്റ്റ് അയണിന് ആവശ്യമായ പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? 200 മുതൽ 300 ഡിഗ്രി വരെയാണ് ഈ കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുമ്പോൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ബ്ലോ പൈപ്പ് ആംഗിൾ നോക്കാം. ദ ബ്ലോ പൈപ്പ് ആംഗിൾ ഷുഡ് ബി 60 ഡിഗ്രി ടു 70 ഡിഗ്രി ആൻഡ് ദ ഫില്ലർ റോഡ് ആംഗിൾ ടു 40 ഡിഗ്രി ടു 50 ഡിഗ്രി ടു ദ ലൈൻ ഓഫ് വെൽഡ്. അപ്പോൾ ഇതിൽ താഴെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ചിത്രത്തിൽ എന്താണ്, ലെഫ്റ്റ് വേർഡ് വെൽഡിങ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ബ്ലോ പൈപ്പ് ആംഗിൾ നമ്മൾ സാധാ മൈൽഡ് സ്റ്റീലിൻ്റെ പഠിച്ചത് തന്നെ 60 മുതൽ 70 ഡിഗ്രിയാണ് ബ്ലോ പൈപ്പ് ആംഗിൾ. ലൈൻ ഓഫ് വെൽഡിന് 60 മുതൽ 70 വരെയാണ് ബ്ലോ പൈപ്പ് ആംഗിൾ. പക്ഷേ ഫില്ലർ റോഡ് ആംഗിൾ വ്യത്യാസമുണ്ട്. ഫില്ലർ റോഡ് നമ്മൾ ലെഫ്റ്റ് വേർഡിൽ മൈൽഡ് സ്റ്റീലിനൊക്കെ എത്ര 30 ടു 40 ഡിഗ്രിയാണ് പഠിച്ചത്. പക്ഷേ ഇതിൽ ഫില്ലർ റോഡ് ആംഗിൾ 40 ടു 50 ഡിഗ്രിയാണ്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചറൊക്കെ ഓർത്ത് വെക്കുക. യൂസിങ് ദ ലെഫ്റ്റ് വേർഡ് ടെക്നിക്, ദ ഫസ്റ്റ് ലെയർ ഷുഡ് ബി കംപ്ലീറ്റ് ബൈ ഗിവിങ് സ്ലൈറ്റ് വീവിങ് മോഷൻ ടു ദ ബ്ലോ പൈപ്പ് ബട്ട് നോട്ട് ടു ദ ഫില്ലർ റോഡ്. അപ്പോൾ ലെഫ്റ്റ് വേർഡ് ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ലെഫ്റ്റ് വേർഡ് ടെക്നിക്കിൽ നമ്മൾ മറ്റ് MS ഒക്കെ വെൽഡ് ചെയ്യുന്ന പോലെ തന്നെ എന്താ, ബ്ലോ പൈപ്പ് ചെറുതായിട്ട് മോഷൻ കൊടുക്കും. ചെറിയൊരു സർക്കിൾ മോഷൻ കൊടുത്തിട്ടാണ് ബ്ലോ പൈപ്പ് മൂവ് ചെയ്യുന്നത്. പക്ഷേ ഫില്ലർ റോഡ് എന്ത് ചെയ്യില്ല, ഒരു മോഷനും കൊടുക്കില്ല. അതിൻ്റെ ആ മോൾട്ടൺ പൂളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ റെഡ് ഹോട്ട് എൻഡ് ഷുഡ് ബി ഡിപ്പ്ഡ് ഇൻ ടു ദ പൗഡേർഡ് ഫ്ലക്സ് അറ്റ് ഇൻ്റർവെൽസ്. ഇതിൻ്റെ ഫില്ലർ റോഡിൻ്റെ അറ്റം, ആ ചൂടായ അറ്റം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഫ്ലക്സിൽ മുക്കി കൊടുക്കും. നല്ല വെൽഡ് കിട്ടാൻ വേണ്ടി അത് ഇടയ്ക്കിടയ്ക്ക് ഫ്ലക്സിൽ മുക്കിക്കൊണ്ടിരിക്കും ഈ ഫില്ലർ റോഡിൻ്റെ റെഡ് ഹോട്ടായ എൻഡ്. മനസ്സിലായില്ലേ എങ്ങനെയാണത് വെൽഡ് ചെയ്യുന്നത്? ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ദ ഫസ്റ്റ് ലെയർ, പ്ലേ ദ ഫ്ലെയിം ഓൺ ദ ജോബ് so as to heat evenly and then deposit the second layer with a slight reinforcement of weld metal from the surface of the job. അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രീ ഹീറ്റിംഗ് ചെയ്ത് ആ ടെമ്പറേച്ചറിൽ തന്നെ എന്ത് ചെയ്യും, ബ്ലോ പൈപ്പ് അതിൻ്റെ മുകളിൽ ഒന്നുകൂടി ഹീറ്റ് ചെയ്യും. അതായത് ഹീറ്റ് കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ സെക്കൻഡ് ലെയറും നമ്മൾ ഫസ്റ്റ് ലെയർ അടിച്ച പോലെ തന്നെ അതേ ആംഗിളിൽ ബ്ലോ പൈപ്പ് പിടിച്ച് ഫില്ലർ റോഡ് പിടിച്ച് വെൽഡ് ചെയ്യും. സെക്കൻഡ് ലെയർ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഒരു ചെറിയൊരു റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടായിരിക്കണം. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ പാരൻ്റ് മെറ്റലിനേക്കാളും കുറച്ച് പൊങ്ങിയിരിക്കണം ഈ വെൽഡ് മെറ്റൽ. ആ പൊങ്ങിയിരിക്കുന്ന ആ ഭാഗത്തിനെ പറയുന്ന പേരാണ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽഡിന് എപ്പോഴും കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് വേണം, ചെറുതായിട്ട് പാരൻ്റ് മെറ്റലിനേക്കാളും പൊങ്ങിയിരിക്കണം. സെക്കൻഡ് ലെയർ അടിക്കുമ്പോൾക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവണം. ചിത്രത്തിൽ നോക്കിയാൽ റൂട്ട് റൺ അടിച്ചു. സെക്കൻഡ് റണ്ണ് അടിക്കുമ്പോഴേക്ക് അത് ഫില്ലായിട്ട് പാരൻ്റ് മെറ്റലിനേക്കാളും പൊങ്ങിയിരിപ്പുണ്ട്. ടെമ്പറേച്ചർ ഓഫ് ദ ജോയിൻറ്റ് ഹാസ് ടു ബി മെയിൻറ്റൈൻഡ് അറ്റ് പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ വെൽഡിംഗ് ഓപ്പറേഷൻ. അപ്പോൾ വെൽഡിംഗ് തുടങ്ങി തീരുന്നത് വരെ ആ പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഫസ്റ്റ് ലെയർ അടിച്ച് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നത്. After completion the second layer, play the flame again on the whole job for getting an even heat. This is called post heating. പോസ്റ്റ് ഹീറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. വെൽഡിങ്ങിന് ശേഷം വെൽഡ് ചെയ്ത ഉടനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആദ്യം ഹീറ്റ് ചെയ്യുന്ന പ്രീ ഹീറ്റിംഗ്, ലാസ്റ്റ് ഹീറ്റ് ചെയ്യുന്നത് പോസ്റ്റ് ഹീറ്റിംഗ്. അപ്പോൾ ഇവിടെ വെൽഡിങ് കംപ്ലീറ്റ് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം, ഈ ജോബിനെ മൊത്തം ഒന്നുകൂടി ഹീറ്റാക്കും. എല്ലാ അടി ഒരേപോലെ ഹീറ്റ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ദെൻ അലോ ദ ജോബ് ടു കൂൾ സ്ലോലി ബൈ കവറിങ് വിത്ത് എ ഹീപ്പ് ഓഫ് ലൈം ഓർ ആഷ് ഓർ ഡ്രൈ സാൻഡ്. അങ്ങനെ ചെയ്തതിന് ശേഷം ജോബ് വളരെ പതുക്കെ തണുക്കാൻ അനുവദിക്കും. എങ്ങനെ? ബൈ കവറിങ് വിത്ത് എ ഹീപ്പ് ഓഫ് ലൈം ഓർ ആഷ് ഓർ ഡ്രൈ സാൻഡ് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ആഷ് എന്ന് വെച്ചാൽ ചാരം ഉപയോഗിച്ചോ, ലൈം എന്ന് വെച്ചാൽ ചുണ്ണാമ്പ്, ഇതിൻ്റെ ഏതെങ്കിലും കൂന, ഹീപ്പ് എന്ന് വെച്ചാൽ കൂന, അതിൽ പൊതിഞ്ഞിട്ട് അതിനെ എന്ത് ചെയ്യും, ജോബിനെ ഈ സാൻഡ് മണലിൻ്റെ ഉള്ളിലോ ആഷിൻ്റെ ഉള്ളിലോ ചുണ്ണാമ്പിൻ്റെ ഉള്ളിലോ പൊതിഞ്ഞിട്ട് വളരെ പതുക്കെ തണുക്കാൻ അനുവദിക്കും. അങ്ങനെയാണ് കാസ്റ്റ് അയൺ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണുള്ളത്. നന്നായിട്ട് കേട്ട് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഞാൻ വീഡിയോ ക്ലാസ്സിൽ വോയിസ് റെക്കോർഡായിട്ട് ഇടും, നിങ്ങൾ അതിന് ആൻസർ ചെയ്യുക. ഓക്കെ.